ഉണ്ണിയാർച്ച. രചന ഗൗരി സുഭാഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മുതുകിൽ ചൂടറിഞ്ഞതും കലേഷ് അറിയാതെ നിലവിളിച്ചു പോയി. ഒട്ടും താമസിക്കാതെ കിച്ചുവിന്റെ ശബ്ദം കൂട്ടുവന്നു. മൂന്നാമത്തെ നിലവിളി ഇത്തിരി വ്യത്യസ്തമായി വേറെ ഏതൊരു ഭാഷയിൽ വന്നവിടെ എല്ലാവരും ഒരേപോലെ തിരിഞ്ഞു നോക്കി. കാലകേയം പറയോ ഇതുപോലെയുള്ള ഭാഷ? സുധീഷാണ് അതിന്റെ ഉറവിടം. മൂക്കിൽ കിട്ടിയ ഇടിയുടെ അനന്തരഫലമാണ് ഈ ഭാഷയിലുള്ള നിലവിളി. സന്തോഷിനെയും സതീഷിനെയും ഒഴികെ ബാക്കി 4 പേരെയും നല്ല കാര്യമായി തന്നെ പിള്ളേര് തലോടി വിട്ടു. ദേഷ്യാണോ വല്ലപ്പോഴും ഇടിച്ചു പഠിക്കാൻ കിട്ടിയ സന്തോഷാണോ കാണിച്ചെന്ന സംശയം ഇല്ലാതില്ല. എന്നാലും കലേഷിനെ കൊണ്ട് പറഞ്ഞതിന് എല്ലാത്തിനും മാപ്പും പറയിപ്പിച്ചാണ് വിട്ടത്. അയ്യോ, എന്നാലും കണ്ണിച്ചോറില്ലാതെ എന്ത് തല്ലാ തല്ലിയത്? പേപ്പട്ടിയെ തല്ലിയ പോലെയല്ലേ തല്ലിയിരിക്കുന്നത്? കണ്ണീന്ന് മൂക്കിന്ന് വാഴീന്ന് ചെവിന്നൊക്കെ വെള്ളപ്പൊക്കം പോലെയല്ലേ ചോര വരുന്നത്? ദേവിയെ, അവരുടെ തലയിൽ ഇടിത്തി വീഴണേ. കവിത കണ്ണിൽ നിന്ന് 2 കുടം കണ്ണീരും അരക്കുപ്പി മൂക്കിനീരും പിഴിഞ്ഞ് സാരിയിൽ തുടച്ച് നിലവിളിച്ച്. പിന്നെ സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിച്ചു വന്നിട്ട് ചോദിക്കുമ്പോ എടുത്തിരാൻ ഞാനിവിടെ ഇടുത്തി ഉണ്ടാക്കുന്ന മെഷീൻ വെച്ചിരിക്കുമല്ലേ? ഒന്ന് ബോധള്ളേ. ഇന്നത്തെ ദിവസം ആകെ മൊത്തം ടോട്ടൽ കിട്ടിയ പരാതിയും പരിഭവവും ഒക്കെ പ്രയോറിറ്റി അനുസരിച്ച് എടുത്തു വെച്ച് കൈ കാഴ്ച ക്ഷീണിച്ചിരിക്കുന്ന ദേവി കണ്ണുരുട്ടിയെന്ന് നോക്കി. മൂക്കി പിടിച്ച കൈ അമ്മ തുടച്ചോ എന്നാണ് ആ സമയത്തും കിച്ച് നോക്കിയത്. കറണ്ട് പോയി മിക്സിക്കടിയിൽ കുടങ്ങിയ ഇഞ്ചി പോലെ ആയിട്ടുണ്ട്. പരാതി കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല സന്തോഷേട്ടാ. നമ്മുടെ മോനവര് നോക്കിയേ. കിച്ചുവിന്റെ പുറത്ത് ചോർന്നെടുക്കുന്ന പാടിൽ വന്ന് തൊട്ടു നോക്കി ദേഷ്യത്തോടെ അവർ പറഞ്ഞു. സന്തോഷവും സതീഷും നിശബ്ദരായിരുന്നു. 2 പേരും ദേഷ്യം കൊണ്ട് പുകഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. 2 കൊടുത്താൽ ദേഷ്യം തീർക്കാന്ന് വെച്ചാ ഇനി ഇടികൊള്ളാൻ 1 ഇഞ്ച് സ്ഥലം ദേഹത്ത് ബാക്കിയില്ല. കീർത്തി അല്പം ചൂടോടെ തന്നെ കയ്യിലിരുന്ന തുണി കലേഷിന്റെ ദേഹത്തേക്ക് അമർത്തി വെച്ച് അയ്യോ അയാൾ ഉറക്കെ നിലവിളിച്ചു. അയ്യോ, അങ്കിള് വേദനിച്ചോ? ചൂടുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. കീർത്തി പെട്ടെന്ന് പറഞ്ഞു. കലേഷ് ആവശ്യതയോടെ ഇല്ലെന്ന് തലയാട്ടി. കീർത്തിയാണെങ്കിൽ കിച്ചു തന്നെയും പറ്റിച്ചു എന്നുള്ള ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾ എന്താ ഒന്നും പറയാത്ത? ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലേ? വാശിയോടെ ചോദിക്കുന്ന കവിതയെ സന്തോഷ് രൂക്ഷമായി നോക്കി. നാളെ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കണം. എന്റെ മോനെ ഉപദ്രവിച്ച് അവരങ്ങനെ മിടിക്കരാവണ്ട. കവിത വീണ്ടും പറഞ്ഞു. നിനക്ക് ശരിക്കും ബുദ്ധിയില്ലാത്താണോ അതോ നീ ബുദ്ധിയില്ലാത്ത പോലെ അഭിനയിക്കുന്നതാണോ കവിവേ? അല്ല, കവിതേ. ശബ്ദം കുറച്ചാണെങ്കിലും സന്തോഷിന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. കവിത അയാളെ തുറച്ചു നോക്കി. പരാതി കൊടുത്ത ഇവൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോ ആദ്യം അകത്ത് പോകുന്ന നിന്റെ മോൻ തന്നെ ആയിരിക്കും. അത്രക്ക് നല്ല കാര്യങ്ങളാണല്ലോ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സന്തോഷം നിർത്തി കിച്ചുവിനെ തറപ്പിച്ച് നോക്കി. അതും പോട്ടെ, എല്ലാം ചെയ്തു വെച്ചിട്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയിരിക്കുന്നു. ഇതിലൊതുങ്ങിയല്ലോ എന്ന് ആശ്വസിക്ക്. പതുക്കെ വെക്ക് മോളെ. നിന്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താ നീ എന്ത് ചെയ്യും? അയാൾ രോഷത്തോടെ പറഞ്ഞു. കവിത മറുപടിയില്ലാതെ ഇരുന്നു പോയി. മക്കളോടുള്ള സ്നേഹമൊക്കെ നല്ലതാ, പക്ഷെ എന്ത് തെറ്റിയതാലും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിക്കോ. നീ പറയുന്ന ഓരോ വാക്കും ചില സമയത്ത് അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ വളർത്താൻ മാത്രമേ സഹായിക്കൂ. കവിത തലകുനിച്ച്. സതീഷ് പോകുമ്പോ കിച്ചു കൂടെ വരുന്നുണ്ട്. കുറച്ചു നാൾ അവിടെ നിൽക്കട്ടെ. നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഇനി അവസരങ്ങൾ കൊടുക്കണ്ട. സന്തോഷ് പതി എഴുന്നേറ്റ്. ആളിനത്ത് എന്താ പറയുന്നത്? ഇത് വെറുതെ വിടാൻ? കലേഷ് എന്തോ ചോദിക്കാൻ തുടങ്ങിയതും സന്തോഷ് അയാളെ രൂക്ഷമായി നോക്കി. അല്ലളിയ, എങ്കിൽ ഞങ്ങളുടെ കൂടെ തറവാട്ടിലേക്ക് വരട്ടെ, വന്നോടാ. അയാളൊന്ന് പരിങ്ങി. വേണ്ടളിയ, എല്ലാവരും ചെയ്തതൊക്കെ മതി. ഇനി കൂടുതലൊന്നും ചെയ്ത് ബുദ്ധിമുട്ടണ്ട. അളിയൻ്റെ നാവിൻ്റെ ഗുണം അനുഭവിച്ച് ഞാനും സതീഷും കൂടെയാ. കൃഷ്ണന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി. ഇനി അവന് ഉപദേശിച്ച പ്രശ്നങ്ങൾ ചെന്ന് ചാടിക്കണ്ട. അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ കൂടെ വിടാത്ത്. സന്തോഷ് പറഞ്ഞു നിർത്തിയതും കലേഷിന്റെ മുഖം വിളറി. അളിയ, എനിക്കൊന്ന് കിടക്കണം. കൂടുതൽ സംസാരത്തിന് ഇടം കൊടുക്കാതെ സന്തോഷ് മുറിയിലേക്ക് പോയി. പുറകെ ഫോൺ എടുത്ത് സതീഷും പോയി. കിച്ചു എന്തോ പോയ അണ്ണാനെ പോലെ ഇരുന്നു. എന്തൊക്കെയായിരുന്നു. സിം എടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, ആർച്ചയെ നാണം കെടുത്താൻ പ്ലാൻ ചെയ്യുന്നു. ഒടുവിൽ എന്തായി? പവനായി, ശവമായി. കിച്ചുമോൻ പ്ലിങ്. ധനനഷ്ടം, മാനഹാനി, മാനനഷ്ടം. ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് കാരാഗ്രഹം ജസ്റ്റ് മിസ്. കയ്യിലിരിക്കുന്ന പായസത്തിന് അറഞ്ചപ്പുറച്ച് ആക്രമിക്കുന്ന ആർച്ചയെ നന്ദകുമാർ ദേഷ്യത്തോടെ നോക്കി. എവിടെ കുട്ടിയാന്നും കണ്ട പോലും ഇല്ല. പായസത്തിൽ നിന്ന് കിട്ടിയ 2 അണ്ടിപ്പരിപ്പ് കോട്ടുപല്ലിനിടയിലിട്ട് അമർത്തി ചമച്ച് ഒരിറക്ക് പായസം അവൾ കുടിച്ചിറക്കി. കുറച്ചും നടത്തിയ വെടിക്കെട്ടിന്റെ ക്ഷീണം തീർക്കാനുള്ള പരാക്രമത്തിലായിരുന്നു 5 പേരും. പരാക്രമം പായസത്തിനോടും. നിനക്കൊന്നും പറയാനില്ലേ കൃഷ്ണ?
രാമചന്ദ്രനുമായി സംസാരിച്ചിരുന്ന കൃഷ്ണകുമാർ തലയുയർത്തി നോക്കി. എല്ലാവരും പോയപ്പോഴേ പോവാനിറങ്ങിയ രാമചന്ദ്രനെയും മറ്റും പിടിച്ചിരുത്തിയത് അച്ഛമ്മ തന്നെയാണ്. എന്താ ഏട്ടാ? അയാൾ മുഖം ചുളിച്ച് ചുറ്റും നോക്കി. എല്ലാവരുടെയും മുഖത്ത് അതേ ഭാവം തന്നെയായിരുന്നു. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെ അടക്കി ഒതുക്കി വളർത്തണം. ഇതിപ്പോ എന്തൊക്കെയാ? ഒരുത്തനെ പ്രേമിക്കാൻ പോയി, ആ വേറെ കല്യാണം കഴിക്കുന്നു അറിഞ്ഞാൽ പോയി ചാണ കുഴിക്കുന്നു. പിന്നെ അതിന്റെ പേരിൽ പ്രതികാരം. ഇവൾക്ക് അടങ്ങി ഒതുക്കി നിൽക്കാൻ വയ്യേ. ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആരുവിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നന്ദകുമാർ കത്തിക്കയറുന്നുണ്ട്. ശരത്തും പരത്തും ആർച്ചയെ നോക്കി. നമ്മളിതൊക്കെ എത്ര കണ്ടതാ എന്ന ഭാഗത്തിലിരുന്ന് പായസം കഴിക്കുന്നുണ്ട്. ആരവിനും ദേവനും പോലും സെയിം ഭാവം. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് സ്ഥിരം കലാപരിപാടിയാണെന്ന്. ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? കൃഷ്ണകുമാർ നിവർന്നിരുന്നുണ്ട് അയാളെ നോക്കി. ആർച്ചയുടെ വിവാഹം. ഭരത്തിന്റെ ഹൃദയത്തിൽ ചെറുതായി ഒരു പൊട്ടിത്തെറി നടന്നതാ. ഒരു ഉരുൾപൊട്ടൽ. അവൻ നന്ദകുമാരനെ നോക്കി പല്ലെറിഞ്ഞു. ഭരത്തിന്റെ ഭാവങ്ങൾ കണ്ട് ശരത്തെ ചിരി അടക്കി പിടിച്ചിരുന്നു. വിവാഹോ? കൃഷ്ണകുമാർ മുഖം ചുളിച്ചു. അതെ, ഇനി ഇവളിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഇനിയും നമ്മളൊക്കെ അപമാനിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലേ. ഒരു വിവാഹമൊക്കെ കഴിയുമ്പോൾ അടക്കം ഒതുക്കം ഉത്തരവാദിത്വം പക്വതയൊക്കെ താനേ വന്നോളും. നന്ദകുമാർ എല്ലാവരെയും നോക്കി. ഓഹോ, അടക്കം ഒതുക്കം ഉത്തരവാദിത്വം പക്വതയും ഉണ്ടാവാൻ കഴിക്കേണ്ട മരുന്നാണോ വിവാഹം? ശ്രദ്ധ മുഴുവൻ പായസത്തിലാണെങ്കിൽ ചോദ്യമൊക്കെ കൃത്യസമയത്ത് വന്നു. നന്ദകുമാർ അവളെ തുറിച്ചു നോക്കി. കണ്ട ഇതാ ഞാൻ പറഞ്ഞു, വെറും അഹങ്കാരം, താറുതല പറച്ചിലും. മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും ഒരു ബോധമല്ല. അയാളുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടു. അവളൊരു തമാശ പറഞ്ഞല്ലേ, അത് വിട്ടുകളയേട്ടാ. പിന്നെ ഏട്ടൻ പറഞ്ഞ കാര്യം, വിവാഹം, അവൾക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഏട്ടാ. പഠിത്തം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. കൃഷ്ണകുമാർ അയാളെ ആശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞു. വിവാഹം കഴിഞ്ഞും പഠിക്കാലോ, അതിനിപ്പോ എന്താ? പ്രത്യേകിച്ച് അവളെ നന്നായിട്ട് അറിയാവുന്ന ചെറുക്കനും കുടുംബാവുമ്പോ. ആർച്ച പെട്ടെന്ന് തലയുയർത്തി അയാളെ നോക്കി. കൂടെ ആരവും ദേവും. അതേട്ടാ? എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞ ചോദ്യം അതേപോലെ കൃഷ്ണകുമാർ ചോദിച്ചു. വേറെ ആരാ? നമ്മുടെ പ്രിയയുടെ ഹരി. എന്താ വിജയ, നിനക്കോ പ്രിയക്കോ എതിർപ്പുണ്ടോ? നന്ദകുമാർ രണ്ടുപേരെയും നോക്കി. അവരില്ലേന്ന് തലയാട്ടി. എങ്കിൽ പിന്നെ നമുക്കതങ്ങ് തീരുമാനിക്കാം. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. നന്ദകുമാർ പറഞ്ഞു. ആർച്ചയുടെ മുഖം ചുവന്നു വന്നു. ദേഷ്യം കൊണ്ടാണെന്ന് മാത്രം. അതിപ്പോ കുട്ടികളുടെ ഇഷ്ടം കൂടെ നോക്കേണ്ട ഏട്ടാ. കൃഷ്ണകുമാർ പതിയെ ചോദിച്ചു. അയാൾക്കതിൽ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ വിധമായിരുന്നു സംസാരം. പക്ഷേ ഈ നിമിഷം താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെച്ചൊരു പ്രശ്നമുണ്ടാവുമെന്ന് അയാൾ ഊഹിച്ചു. തന്നെ നോക്കിയിരിക്കുന്ന ഭരത്തിനെ നോക്കിയാളൊന്ന് കണ്ണിച്ചിമ്മി. ഒരാളെ പ്രേമിച്ച എല്ലാവരുടെയും മുമ്പിൽ തലാഴ്ത്തുന്ന മതിയായില്ലേ? ഇനി എല്ലാവരും പറയുന്നത് കേട്ട് നടന്നാ മതി. പിന്നെ ഹരി, അവന് പ്രിയ പറയുന്നതിനപ്പുറം ഒരു തീരുമാനമില്ല. അവനോട് മുമ്പേ ഇക്കാര്യം ഞങ്ങൾ സംസാരിച്ചതാ. പെൺകുട്ടി ഇവളാണെന്ന് അറിയില്ലെന്ന് മാത്രം. പിന്നെ ഇഷ്ടവും താല്പര്യമൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ താനെ വന്നോളും. നന്ദകുമാർ നിസ്സാരമായി പറഞ്ഞു. ആർച്ച പായസം മാറ്റി വെച്ച് എഴുന്നേറ്റു. ജയശ്രീ അവളെ തടയാൻ നോക്കിയതും പത്മ ജയശ്രീയുടെ കൈ പിടിച്ച് കണ്ണിച്ചിമ്മി കാണിച്ചു. നോട്ട് വാക്കിംഗ്, അതായത് നടക്കില്ല വലിയച്ഛ. ഹരിയേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഒരാളെ പ്രണയിച്ച് പരാജയപ്പെട്ടുകൊണ്ട് ഇനി ആരെയും പ്രണയിക്കാൻ പാടില്ലെന്നുണ്ടോ? എൻ്റെ ജീവിതം അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അച്ഛന് വലിയച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ആ ബുദ്ധിമുട്ടില്ല. ആർച്ച പറഞ്ഞു നിർത്തിയതും നന്ദകുമാറിനെയും കൃഷ്ണപ്രിയുടെയും മുഖം കടുത്തു. കണ്ടോ, ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? അഹങ്കാരം പറയുന്നത് കേട്ടില്ലേ? വളർത്തു ദോഷം അല്ലാണ്ടെന്താ? കൃഷ്ണപ്രിയ അതിനിടയിൽ ജയശ്രീ ഒന്ന് കുത്തി. ജയശ്രീയുടെ കണ്ണുകൾ നിറയുന്ന കണ്ട് ആർച്ചയ്ക്ക് ദേഷ്യം വന്നു. പത്മ ജയശ്രീയെ ചേർത്ത് പിടിച്ചു. ആർച്ചയെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. അത് ശരിയാ, ഇത്തിരി വളർത്തു ദോഷമുള്ളതുകൊണ്ട് അവൾക്ക് സ്വന്തം ജീവിതത്തിൽ വ്യക്തമായ തീരുമാനം എടുക്കാനും അഭിപ്രായം പറയാനും തെറ്റും ശരിയും തിരിച്ചറിയാനും തെറ്റാണെങ്കിൽ തിരുത്താനുള്ള വിവേകം കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആരുവിനെ പോലെ ഒരു മോളെ കിട്ടിയതിന് എനിക്ക് ജയയോട് അസൂയ പോലും തോന്നിയിട്ടുണ്ട്. പത്മ പറഞ്ഞു കേട്ട് ജയശ്രീ മുഖം അമർത്തിത്തോടെ ചിരിക്കാൻ ശ്രമിച്ചു. ഓ, വിരുന്നുകാരിപ്പോ വീട്ടുകാരായോ? അതത്ര ഇഷ്ടപ്പെടാതെ കൃഷ്ണപ്രിയ മുഖം കൂട്ടി. വെറും കുശുമ്പ്. ആരെന്ത് പറഞ്ഞാലും ശരി, ആരുവിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് ഹരിയായിട്ട് നടത്തണം. തീരുമാനത്തിൽ ഒരു മാറ്റവും. ഇനി ഇവളെങ്ങനെ വിട്ട് നാണം കെട്ടി നാട്ടുകാരുടെ മുഴുവൻ തല്ലും വഴക്കായിട്ട് നിൽക്കാൻ വയ്യ. അതെല്ലാം മറിച്ചാണെങ്കിൽ ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിനക്ക് തീരുമാനിക്കാം. നന്ദകുമാർ കൈയുയർത്തി അവസാന തീരുമാനം എന്ന പോലെ പറഞ്ഞു. ഞാനും. കൃഷ്ണപ്രിയ അയാളെ പിന്തുണച്ചു. കിട്ടിയ ചാൻസിന് അച്ഛമ്മയെ നൈസായിട്ട് ഒഴിവാക്കാൻ നോക്കുമല്ലേ കൊച്ചുകള്. നടക്കട്ടെ. ആർച്ച താളത്തിൽ പറഞ്ഞുകൊണ്ട് തലയാട്ടി. ദേവസേനയെ വേണോ രാജ്യം വേണോ എന്ന ബാഹുബലിയുടെ അവസ്ഥയിലായിരുന്നു കൃഷ്ണകുമാർ. അപ്പോഴാണ് ആ അവസ്ഥയിൽ എല്ലാവർക്കും ചിരി വന്നുപോയി. നന്ദകുമാർ എന്ന് ചമ്മിയെങ്കിലും ഗൗരവം ഭാവിച്ച് നിന്നു. ചിരി അടക്കി പിടിച്ച് കൃഷ്ണകുമാർ എല്ലാവരെയും നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തു.
അമ്മയുടെ മുഖത്തെ അയാളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. നീ ഈ വീടിന്റെ പടി ചവിട്ടണ്ട എന്നാലോ? പെട്ടെന്നാണ് അച്ഛമ്മയുടെ ശബ്ദമുയർന്ന്. അവർ പതിയെ എഴുന്നേറ്റ് നിന്നു. ഈ കല്യാണം നടത്തിയിട്ട് നിന്റെ ഔദാര്യത്തിൽ കിട്ടുന്ന ബന്ധം കൃഷ്ണന് വേണ്ട, അവന്റെ ഭാര്യയ്ക്കും മോൾക്കും വേണ്ട. അവരുടെ ശബ്ദമുയരുന്ന ആർച്ച അത്ഭുതത്തോടെ നോക്കി നിന്നു. നന്ദകുമാറിന്റെ മുഖം വിളറി. പിന്നെ പ്രിയേ, പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജയയെക്കുറിച്ച് മോശം പറയരുതെന്ന്. ശാലിനിയെ നീ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. എന്താ? അവരുടെ കയ്യിൽ നിന്ന് നല്ല മറുപടി കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ച ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ രീതി, പറഞ്ഞേക്കാം. അച്ഛമ്മ മുറിയിലേക്ക് പോകാനായി തുടങ്ങി. പെട്ടെന്ന് തിരിഞ്ഞു. ഞാൻ ആരുവിൻ്റെ പേരിൽ എഴുതി വെച്ച ടൗണിലെ സ്ഥലം കണ്ടിട്ടാ നിങ്ങളുടെ രണ്ടുപേരുടെ ഈ കല്യാണം നടത്താനുള്ള ശുഷ്കാന്തി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വിവരം കൃഷ്ണന് മാത്രമേ അറിയാത്തുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊക്കെ എന്നെ നോക്കാൻ ഓരോ തടസ്സം പറഞ്ഞപ്പോൾ ഒരു വിഷമവും പറയാതെ എന്നെ കൂടെ കൂട്ടിയവളാ ജയ. ഒരു നല്ല വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ലെങ്കിലും ഇന്നും അവൾ എന്നെ സ്വന്തം അമ്മയെ പോലെ നോക്കുന്നുണ്ട്. ഇവൻ നാട്ടിലില്ലാത്ത സമയത്ത് പോലും എന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അവൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു ആ സമയത്ത്? സ്വന്തം അമ്മയെ നോക്കാൻ പറ്റാത്ത നീയാണോ അനിയൻ്റെ മോളുടെ കാര്യത്തിൽ ഇത്രയും വേവലാതിപ്പെടുന്നു? ഒരു കാര്യം ഓർത്തോ, ഇനി ഭീഷണി ഏഷണിയും പറഞ്ഞു വന്നാലേ ചാണകം കലക്കി ഒഴിക്കുന്നത് ഞാനായിരിക്കും, പറഞ്ഞേക്കാം. സുരേഷ് ഗോപി സ്റ്റൈൽ നെടുനീളം ഡയലോഗും പറഞ്ഞ് സ്ലോ മോഷൻ ഇടാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി പതിയെ നടന്നു പോകുന്ന അച്ഛമ്മയെ നോക്കി വാ പൊളിച്ച് നിന്ന് ആർച്ച. കൊടുങ്കാറ്റ് പോലെ ഈ വഴി വന്നിരുന്നോ? ആർച്ച ചുറ്റും നോക്കി. ആർച്ച എല്ലാവരെയും മാറി മാറി നോക്കി. അച്ഛനുൾപ്പെടെ എല്ലാവരും ആരപ്പടക്കം പൊട്ടിച്ച് എന്ന അവസ്ഥയിലാണ്. രാധേശി നേരത്തെ പോയത് ഭാഗ്യം. ഇല്ലേ ടൗണിലെ സ്ഥലത്തിന്റെ കാര്യം അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി വേണമെങ്കിൽ ഇന്ന് തന്നെ കല്യാണം നടത്തിയേനെ. എന്നാലും അമ്മയെ മയക്കെടുത്ത ആ സ്ഥലം നിങ്ങൾ നേടിയെടുത്തല്ലോ എന്നാ കൂടോത്രം വല്ലതും ചെയ്തു കാണും. കൃഷ്ണപ്രിയ ദേഷ്യത്തോടെ പിറുപിറുത്ത്. ഉവ്, ഞാനിവിടെ അടുത്തൊരു മന്ത്രവാദിയെ കണ്ടു, കീർമാണി കുഞ്ഞിരാമൻ. പുള്ളി പറഞ്ഞ നല്ലൊരു ചില്ലറ കൂടോത്രമൊക്കെ വെച്ച് ഞാൻ അച്ഛമ്മയെ വശീകരിച്ച് എൻ്റെ പോക്കറ്റിലാക്കിയതാ. ആൻറ്റിയെ ഞാൻ ഇതുപോലെ കൂടോത്രം ചെയ്ത് എൻ്റെ അടിമയാക്കും. എന്നിട്ട് ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂത്തിനെ പോലെ ജോലി ഏൽപ്പിക്കും. എൻ്റെ അടിമക്കണ്ണ് എന്തേ? പൊരികമ്പോക്കി പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ആർച്ചവരെ നോക്കി. കൃഷ്ണപ്രിയ ഇന്നവരാരും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു ഭാവിട്ട് നിൽക്കുന്നുണ്ട്. ആരു? ജയശ്രീ അവളുടെ കയ്യിൽ പിച്ച്. ആർച്ച ജയശ്രീയെ കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തി. ചുമ്മാ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അവൾ പതിയെ പറയുന്നതായിട്ട് ജയശ്രീ ചിരിച്ചുപോയി. എന്നാൽ ഈ കിർമാണി കുഞ്ഞിരാമൻ ഇനി ഇത് എന്നെങ്ങാനും ഉദ്ദേശാണോ? ഇതിനിടയിൽ ഭരത് തലങ്ങും വിലങ്ങും ചിന്തിച്ചു നോക്കി. ഇടക്ക് തല ചരിച്ച് ആർച്ചയും നോക്കി. എവിടെ? ചക്കി വീണ്ടും തെങ്ങുമ്പോ തന്നെ. പുള്ളിക്കാരി ഫോണിൽ വീണ് കിടക്കുന്നുണ്ട്. കൂടെ ആരവും ദേവും. പിറ്റേന്ന് രാവിലെ തന്നെ കൃഷ്ണപ്രിയൻ നന്ദകുമാർ എല്ലാവരെയും വാരിക്കൂടി സ്ഥലം വിട്ടു. എങ്ങാനും കീർമാണി കുഞ്ഞിരാമൻ ഉണ്ടെങ്കിലോ എന്നൊരു ചെറിയ ഭയം കൃഷ്ണപ്രിയക്ക് ഇല്ലാതിരുന്നില്ല. ആർച്ചയുടെ കാര്യത്തോടൊന്നും പറയാനും പറ്റില്ല. ഒരിക്കൽ കൃഷ്ണകുമാർ ജയശ്രീക്ക് വാങ്ങിച്ചു കൊടുത്ത സാരി ചുളിയിൽ വാങ്ങിയെടുത്തതിന് തന്റെ വിലപിടിപ്പുള്ള 2 സാരി പകരം വാങ്ങിയെടുത്ത ആളാണ് ആർച്ച. ദേവു ആരുവാണെങ്കിൽ മുഖം വീർപ്പിച്ച് വെച്ചാണ് പോയത്. ആർച്ചയുടെ കൂടെ ഒന്നും മതിയായിട്ടില്ലെന്നേ. വീട്ടിൽ പോയി നിൽക്കുന്നതിൽ ഭേദം വല്ല കാടുവാണെന്നാണ് രണ്ടുപേരുടെയും കണ്ടുപിടുത്തം. MLA അക്ബർ മറുകണ്ഠം ചാടാൻ സാധ്യത, വലമ്പൂർ. അച്ഛാ! എല്ലാവരും പോയി കഴിഞ്ഞ പത്രത്തിൽ വീണിടുന്ന രാഷ്ട്രീയം വായിച്ച് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ആർച്ചയുടെ വിളി. കൃഷ്ണകുമാർ പതിവ് തെറ്റിക്കാതെ ഞെട്ടി. ദേവി! തല ഉയർത്തി നോക്കുമ്പോൾ കൃഷ്ണൻ അറിയാതെ വിളിച്ചുപോയി. എങ്ങനെ വിളിക്കാതിരിക്കും? ആർച്ച കാര്യമായ ആലോചനയിലാണ്. ടൗണിൽ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട് അച്ഛാ. ആർച്ച എന്തൊക്കെയോ കണക്കൂട്ടുന്നുണ്ട്. കൈയും കാലും കാൽക്കുലേറ്ററൊക്കെ വെച്ച് കൂട്ടി. ശിഷ്ടം കണ്ടുപിടിച്ച് ആരാണ് എന്തോ. എപ്പോൾ കൂട്ടിയാലും കിട്ടുന്ന ശിഷ്ടത്തിന് 4 ചീത്ത വിളിച്ച് ആർച്ച കൃഷ്ണകുമാറിനെ നോക്കി. കൃഷ്ണൻ കണ്ണു കൂർപ്പിച്ചു. കാതും. ഇതിലെന്തോ കുനിഷ്ട്. അതറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ, ആ സ്ഥലം പണയം വെച്ച് ഞാൻ ഹിമാലയ ട്രിപ്പിന് പോയാലോ എന്നാ. കൃഷ്ണകുമാറിന്റെ കണ്ണ് രണ്ടും തള്ളി പുറത്തു വന്നു. ഹൃദയം അവിടെ തന്നെ അങ്ങ് നിന്നു. ശ്വാസം ഉണ്ടോ എന്തോ. അച്ഛാ! ആർച്ചൊരു തട്ടുകൊടുത്തു. ഓ, ഇതിലും ഭേദം തെങ്ങിൽ കയറാൻ പറയുന്നതായിരുന്നു. അയാൾ പിറുവിറുത്തു. അല്ല, അതെന്തായാലും എൻ്റെ പേരിലാണല്ലോ, വെറുതെ കിടക്കുന്നതല്ലേ. അപ്പം ഞാനത് പണയം വെച്ചൊന്ന്. നാട്ടിൽ സ്ഥലം വെച്ചിട്ട് എന്തിനാ വീട്ടിൽ തന്നെ ഇരിപ്പു, നാട് കറങ്ങാൻ നടപ്പൂ എന്നാണല്ലോ. ആർച്ച പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറകിലൊരു അനക്കം കേട്ട് രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അച്ഛമ്മയും അമ്മയും. ജയശ്രീയുടെ കയ്യിലെ കാപ്പിക്കപ്പ് വിറക്കുന്നുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.